വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം തന്നെ ചേരുകയാണ്. അസ്ലം, കേസിന്റെ പേര് പറഞ്ഞ് കഴിഞ്ഞ എത്ര ദിവസമായി പോലീസ് സിദ്ദിഖിന്റെ വീട്ടിൽ കയറി ഇറങ്ങുകയാണ്? എത്ര മോശം അനുഭവമാണ് സിദ്ദിഖിന്റെ ഭാര്യയ്ക്കും ഉമ്മയ്ക്കുമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നത്? ദിവ്യ, സാധാരണഗതിയിൽ രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് തിരുവള്ളൂരും വടകര എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ അറസ്റ്റും മറ്റ് നടപടികളൊക്കെ നമ്മൾ പതിവായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. അതേസമയം ഇന്നലെ നടന്ന സംഭവം അതിനപ്പുറത്തേക്ക് അതിന്റെ അതിര് കടന്ന് പോലീസ് അതിര് കടന്ന് പ്രവർത്തിച്ചു എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് അവിടെ വീട്ടിൽ പോയി അവരോട് സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന കാര്യം. നമുക്കറിയാം, പ്രസവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ, അവരുടെ ശാരീരിക നില എന്നുള്ളതും മാനസിക നിലയും നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്നതാണ്. അതേ വീട്ടിൽ ഒരു കൂട്ടം പോലീസുകാർ, വനിതാ പോലീസ് മാത്രമല്ല പുരുഷ പോലീസുമാരടക്കുന്ന ഒരു സംഘം പോലീസുകാർ 4ഉം 5ഉം സമയം, അത് രാവിലെ പുലർച്ചെ 2 മണി 1 മണി അല്ലെങ്കിൽ 12 മണി അങ്ങനെയുള്ള സമയത്ത് തന്നെ നിരന്തരമായി വീട്ടിൽ മുട്ടി വിളിച്ച്, വലിയ ശബ്ദത്തിൽ മുട്ടി വിളിച്ച് ഉണർത്തി ആ ഒരു ഗർഭിണിയെ ഇരുത്തി 1 മണിക്കൂറും 1.5 മണിക്കൂറും ചോദ്യങ്ങൾ ചോദിക്കുക. ഒരുപക്ഷെ ഈ സ്ത്രീയാണോ പ്രതി എന്ന രീതിയിലാണ് പോലീസ് അവരുടെ കൈകാര്യം ചെയ്തതല്ലേ ഇടപെട്ടതെന്ന് പറയുന്ന രീതിയിലേക്കാണ് ശരിക്കും പോലീസ് മുന്നോട്ട് പോയത്. ആ വനിതാ പോലീസിനെ കുറിച്ചും രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരെടുത്തുകൂടി അവർ പറയുന്നുണ്ട്. പലതവണ ഒന്ന് ഈ അക്രമവുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്കെതിരെ കേസുണ്ട്. അതിലൊരു പ്രതി മാത്രമാണ് സിദ്ദീഖ് എന്ന് പറയുന്ന ഒരാൾ. ആ സമയത്ത് അക്രമം നടന്ന സമയത്ത് അയാൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്തായാലും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ടെന്ന തരത്തിൽ പോലീസിന്റെ പരിശോധനയ്ക്ക് വരാം. അതേസമയം സാധാരണഗതിയിൽ ഒരു പരിശോധനയ്ക്കപ്പുറത്തേക്ക് ആ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ. 2 സ്ത്രീകൾ മാത്രമാണ്, ഈ പ്രസവിച്ച കുട്ടിയും അവരുടെ അമ്മയും മാത്രമാണ് ശരിക്കും അവിടെയുള്ളത്. ആ 2 മുതിർന്ന സ്ത്രീകൾ മാത്രമുള്ള ഒരു സ്ഥലത്താണ് ശരിക്കും ഇത്രയും വലിയ തോതിലുള്ള അതിക്രമം നടത്തിയത്. പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്ന കാര്യം, ആ അക്രമമൊക്കെ പൊളിറ്റിക്കൽ അക്രമവുമായി ബന്ധപ്പെട്ട കേസുകളിൽ CPM പ്രവർത്തകനെ മർദ്ദിച്ച കേസുകളും പോലീസ് പ്രതികളെ തേടി നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോയതാണെന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ഒരു വീട്ടിൽ തന്നെ 4ഉം 5ഉം തവണ, അതും പാതിരാത്രിയൊക്കെ വരികയും ഈ 20 ദിവസം മാത്രമായി പ്രസവിച്ച പെൺകുട്ടി ഇരുത്തി 1 മണിക്കൂർ 1.5 മണിക്കൂറും ചോദ്യം ചെയ്യേണ്ട എന്ത് സാഹചര്യമാണ് അവിടെ ഉണ്ടായത്, ഏത് തരത്തിലുള്ള കേസാണ് ഉണ്ടായതിനെ കുറിച്ച് പോലും നമുക്ക് സംശയമുണ്ട്. ഏതോ തീവ്രവാദ കേസോ അല്ലെങ്കിൽ ഭയങ്കര രാജ്യവിരുദ്ധ കേസോ എന്ന രീതിയിലാണ് ശരിക്കും പോലീസ് ഈ സ്ത്രീയോട് പെരുമാറിയതെന്ന് പറയേണ്ടി വരും. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഇന്ന് UDF നേതാക്കൾ SP-ക്ക് പരാതി നൽകി. മാത്രമല്ല, ഈ പെൺകുട്ടി തന്നെ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും DGP-ക്ക് തന്നെയും പരാതി നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ വനിതാ SI ഉണ്ടായിരുന്നു, ആ SIയുടെ പേര് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. പിന്നെ എന്തായാലും ദീപ എന്ന് പറയുന്ന SI ആണ് ഈ അന്വേഷണം അല്ലെങ്കിൽ അവിടെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. അപ്പൊ എന്തായാലും എന്തുകൊണ്ട് ഇത്രയും കണ്ടിന്യൂസ് ആയി പരിശോധന നടത്തി, അല്ലെങ്കിൽ ആളില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ എന്തുകൊണ്ട് രാത്രിയും പാതിരാത്രിയൊക്കെ തന്നെ പലതവണ വന്നു എന്നത് സംബന്ധിച്ച് എന്തായാലും പോലീസിന് വ്യക്തത വരേണ്ടതുണ്ട്. നമ്മൾ റൂറൽ SP-യോട് സംസാരിക്കുമ്പോൾ UDF പ്രവർത്തകരുടെ പരാതി ലഭിച്ചിട്ടുണ്ട്, പരിശോധന ശേഷം മറ്റു മറുപടി നൽകാമെന്നുള്ളതാണ് റൂറൽ SP പറയുന്ന കാര്യം. പക്ഷേ നമ്മൾ വീട്ടിലെത്തി അവരോട് സംസാരിക്കുമ്പോൾ സാധാരണ പതിവിൽ നിന്ന് കേട്ടലിനപ്പുറത്തേക്ക് ഭീകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും അവർ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രവർത്തകരെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ടാണല്ലോ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് പോലീസ് തുടർച്ചയായി എത്തുന്നത്. ഈ കേസിന്റെ അന്വേഷണം, അതിലെ തുടർ നടപടികൾ എവിടെ വരെയായി? എത്ര പേർ പിടിയിലായിട്ടുണ്ട് നിലവിൽ? ഇവിടെ 2 കേസുകളാണ്. നമുക്കറിയാം, തിരുവള്ളൂരിൽ കുറ്റ്യാടി മണ്ഡലത്തിന്റെ ഭാഗമാണ്. ആ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് അക്രമം ഉണ്ടായിരുന്നു. അതിൽ പല ആൾക്കാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 19-ാം തീയതി ഒരു ലീഗ് പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നുണ്ട്. അയാൾ യൂസഫ് എന്ന് പറയുന്ന ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് കേസുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു അക്രമം നടന്നത്. CPM പ്രവർത്തകനും പരിക്കേറ്റായി പറയുന്ന സംഭവം. ഈ 2 കേസുകളിലും FIR ഇടുകയും അതിൽ ആദ്യത്തെ കേസിൽ ഒരാളെ പിടികൂടുകയും മറ്റുള്ള കേസിൽ അന്വേഷണം നടക്കുന്നു. ആരെയും ഇതുവരെ പിടികൂടിയിട്ടില്ല, പലരെയും ഒളിവിലാണ്, അവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നാണ് പറയുന്നത്. അതിൽ പിന്നെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ വകുപ്പുകൾ ആ കേസിൽ ചുമത്തിയിരിക്കുന്നതിനാൽ എന്തായാലും പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് നടപടി എന്ന് പറയുന്നു. അതേസമയം തന്നെ UDF പ്രവർത്തകർ എന്ന് SP-ക്ക് നൽകിയ പരാതിയിലും പറയുന്ന കാര്യം, UDF പ്രവർത്തകരുടെ വീടുകളിൽ മാത്രമാണ് ഇത്തരം നിരന്തരമായ പരിശോധനയിലേക്ക് പോകുന്നത്. CPM പ്രവർത്തകരുടെ കേസിൽ പ്രതികളായ CPM പ്രവർത്തകർക്ക് പിന്നാലെ പോലീസ് ഇങ്ങനെ പോകുന്നില്ല. അത് CPM-മായി ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു CPM-ന് വേണ്ടി പോലീസ് പണിയെടുക്കുന്നത് പോലെ തോന്നുന്നു എന്നൊരു ആരോപണം കൂടി പാറക്കൽ അബ്ദുള്ള എന്ന SP-യെ കണ്ടതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഒരു വിവേചനം കൂടി ശരിക്കും ഉന്നയിക്കുന്നത്. എന്തായാലും ഈ കുറ്റ്യാടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട LDF UDF സംഘർഷങ്ങളെ തുടർച്ചയായിട്ടാണ് ഈ കേസുകൾ വരുന്നത്. ആ കേസുകൾ ചിലർ പിടികൂടിയിട്ടുണ്ട്, ചിലരെ പിടികൂടിയിട്ടില്ല. രാഷ്ട്രീയ സംഘർഷങ്ങളാണ്, രാഷ്ട്രീയ സംഘർഷമുള്ള ഒരു മേഖല കൂടിയാണ്. എന്തായാലും ഒരു കേസിന്റെ പേര് പറഞ്ഞ ഈ ഒരു വീട്ടിൽ കാണിച്ചത് ഒരുപക്ഷെ സാധാരണ കേസിൽ പതിവിൽ നിന്നപ്പുറത്തേക്ക് ഒരു പോലീസ് അതിക്രമത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തി. പരാതി ഉയർന്നതിന് പിന്നാലെയും പോലീസ് സിദ്ദീഖിന്റെ വീട്ടിലെത്തിച്ചേർന്നിരുന്നു.
ഇന്നലെ രാത്രി 11:30ക്കാണ് ഈ സംഭവം. ഈ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകർ പോയി അവിടെ തടയുകയും ഒരു സംഘർഷമൊക്കെ അല്ലെങ്കിൽ അവരെ തടയാനുള്ള ശ്രമമൊക്കെ നടത്തുകയും പിന്നീട് പോലീസ് പോവുകയും ചെയ്തത്. അതിനുശേഷം ഇന്നലെ വീണ്ടും പുലർച്ചയ്ക്ക് വീണ്ടും 2 മണിക്ക് അവിടെ വന്ന് പോലീസ് വരികയും ചെയ്തു എന്നുള്ളതാണ്. അത് പറയുന്നതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് വരുന്നത് വെച്ചാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളത് എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പ്രതിയെ അവിടെങ്കിൽ ആ കേസിൽ പ്രതിയെ ചേർത്തിട്ടുള്ള സിദ്ദീഖിനെ പിടികൂടുക എന്നതിനപ്പുറത്തേക്ക് ആ വീട്ടുകാരെ പരമാവധി ബുദ്ധിമുട്ടിയാക്കിക്കൊണ്ട് പ്രതിയെ എങ്ങനെയെങ്കിലും എത്തിക്കുക, പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്ന് പറയുന്ന രീതിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് പോലീസിന്റെ പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട്. അതായത് നിയമപരമായ നടപടികളിലേക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ, പോലീസുകാർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാൻ കൂടി UDF തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പെൺകുട്ടി തന്നെ ഇപ്പോൾ പരാതിയുമായി വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും അതോടൊപ്പം തന്നെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയൊക്കെ തന്നെ സമീപിക്കാൻ തീരുമാനിച്ചു. ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ബൈറ്റൊക്കെ എടുത്ത് ഇറങ്ങി പോകുന്നതിന് ശേഷം അവർക്ക് വലിയ ഒരു ഷോക്ക് ഉണ്ടായിരുന്നു. അത് അവരുടെ ഒരു മാനസിക സംഘർഷം അവർ കാണിക്കുകയും അവർ പിന്നെ കൗൺസിലിംഗിലേക്ക് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കാരണം തുടർച്ചയായി ദിവസത്തെ ഒരു ടോർച്ചറിംഗ്